അപ്പൊ ഇന്നലെ രാത്രിയോടുകൂടിയാണ് ബ്ലോഗർ ജുനൈദ് വാഹനാപകടത്തിൽ മരിച്ചു എന്നുള്ള ന്യൂസ് വന്നിട്ടുണ്ടായിരുന്നത്. സംഗതി മഞ്ചേരിന്റെ നാട്ടടുത്ത് തന്നെയാണ്, ഞാൻ മലപ്പുറത്താണ്. മഞ്ചേരിയാണ് ഈ ഒരു അപകടം ഉണ്ടായത്. തൃക്കലങ്ങോട് മരത്താണിയിൽ എന്ന് പറഞ്ഞുള്ള സ്ഥലത്താണ് ഈ ഒരു അപകടം നടന്നിട്ടുള്ളത്. ഷോക്കിംഗ് ആയിരുന്നു അല്ലേ കേൾക്കുമ്പോ? ലൈക്ക് നമ്മള് മരണം ആരും നമ്മൾ ഒരിക്കലും ആരും നമ്മൾ പ്രതീക്ഷിക്കില്ലല്ലോ. ഇപ്പൊ അസുഖം ഉള്ള ഒരാളോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ കുറച്ച് വയസ്സായ ഒരാളോ ക്രിട്ടിക്കൽ സിറ്റുവേഷനുള്ള ആരെങ്കിലും ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എപ്പോഴും ഒരു എക്സ്പെക്ടേഷനോ അല്ലെങ്കിൽ ഓക്കെ എന്തെങ്കിലും നമുക്ക് തോന്നാം. നമ്മൾ ഒട്ടും ഇങ്ങനെ വിചാരിക്കാത്ത സമയത്ത് ഒരാൾ പോകുമ്പോൾ അതെപ്പോഴും നമുക്ക് കേൾക്കുന്ന സമയത്ത് കോൺട്രവേഴ്സിയും കാര്യങ്ങളൊക്കെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന ഒരു വ്യക്തിയും കൂടി ആവുമ്പോൾ പെട്ടെന്ന് ഇത് കേൾക്കുന്ന സമയത്ത് കോൺസ്പിറസിയും വരും മൈൻഡിൽ. ഇനിയിപ്പോ എന്തെങ്കിലും ആരെങ്കിലും ചെയ്തതാണോ അതോ ഇനിയിപ്പോ അതങ്ങനെ സംഭവിച്ചതാണോ എന്നുള്ള പല സംശയങ്ങളും വരും ചെയ്യും. അത് വേറെ കാര്യം. ഏത് ഈ ഒരു മരണത്തിലും ആൾക്കാർ അങ്ങനെ ചെറുതായിട്ടൊന്ന് സംശയിച്ചിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോ അത് ഈ കേസും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട്, കാരണം ഈ ഒരു മരണം സംഭവിക്കുന്നതിന്റെ 1 മാസത്തിന്റെ ഈ ഒരു ഫ്രീക്വൻസിയിലാണ് കേസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നത്. സോ അതിന്റെ ഒരു കോൺസ്പിറസിയും കുറെ പേരൊക്കെ ഇങ്ങനെ പറഞ്ഞു കേട്ടു ഞാൻ. ബട്ട് ഇതിനകത്ത് അങ്ങനെയൊന്നും ഇല്ല എന്നുള്ളതാണ് എനിക്ക് തോന്നുന്ന ഒരു കാര്യം. അങ്ങനെ ഒരു എലമെന്റ്, കോൺസ്പിറസിക്കുള്ള ഒരു എലമെന്റ് ഇനിയിപ്പോ പോലീസ് അന്വേഷണം വേണുണ്ടോ ഇതിലൊക്കെ. അതിപ്പോ നമുക്ക് കംപ്ലീറ്റ്ലി അങ്ങോട്ട് ഇല്ല അല്ലെങ്കിൽ ഉണ്ടാവില്ല എന്ന് പറഞ്ഞ് മാറാനും പറ്റില്ല, അതേപോലെ ഉണ്ടെന്നും പറയാനും വയ്യ, ഒന്നും പറയാൻ പറ്റാത്തൊരവസ്ഥ. കാരണം അത് കൃത്യമായ പോലീസ് അന്വേഷണം ഉണ്ടെങ്കിൽ മാത്രമേ അതിനകത്ത് കൂടുതൽ ഡീറ്റെയിലിംഗ് കിട്ടും. എന്താണെങ്കിൽ വന്ന ന്യൂസ് ഞാൻ അവിടെ പ്ലേ ചെയ്യാം. 6:20 കൂടിയാണ് ഈ ഒരു സംഭവം ഉണ്ടാകുന്നത്. മലപ്പുറം മഞ്ചേരിക്കടുത്ത് കാരക്കുന്ന് മരത്താണിയിൽ വെച്ചാണ് ഈ ഒരു സംഭവം ഉണ്ടായത്. മലപ്പുറം വഴിക്കടവ് സ്വദേശിയായിട്ടുള്ള ജുനൈദ്, 32 വയസ്സുള്ള ജുനൈദാണ് ഈ ഒരു സംഭവത്തിൽ മരിച്ചത്. സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ വളരെ സജീവമായി ഉണ്ടായിരുന്നൊരു യുവാവായിരുന്നു. ഈ മരത്താണി ഭാഗത്ത് വെച്ച് മൺകൂനയിലേക്ക് വാഹനം ഇടിച്ചാണ് അപകടം സംഭവിച്ചത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏറെ നേരം ഈ റോഡിന്റെ ഒരു ഭാഗത്ത് രക്തം വാർന്ന യുവാവ് കിടന്നിരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പിന്നീട് ആ ഒരു ഭാഗത്തുകൂടി കടന്നു പോകുന്ന ചില യാത്രക്കാർ ചേർന്നാണ് ആശുപത്രിയിലേക്ക് മാറ്റിയത്. ചികിത്സയിൽ തുടരുന്നതിനിടെ ഇന്ന് രാത്രിയോടുകൂടിയാണ് നിർഭാഗ്യവശാൽ മരണം സംഭവിച്ചത്. നിലവിൽ മൃതദേഹം മഞ്ചേരി മെഡിക്കൽ കോളേജിലാണുള്ളത്. പോസ്റ്റ്മോർട്ടം ഉൾപ്പെടെയുള്ള നടപടികൾക്ക് ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകുമെന്ന് ആശുപത്രി അധികൃതർ അറിയിച്ചു. ഓക്കെ, അപ്പൊ ഇത് സംഗതി എന്താന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഒരു ഈവനിങ്ങോട് കൂടിയിട്ടാണ് ബൈക്ക് അപകടം ഉണ്ടായതെന്നും ഹെൽമെറ്റ് ഇല്ല എന്നുള്ള രീതിയിലാണ് ഇനീഷ്യലി നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നത്. ഹെൽമെറ്റ് കാരണം ഇഞ്ചുറീസ് അല്ലേ, ഫോട്ടോ നമുക്ക് ഫോട്ടോ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഫോട്ടോ കിട്ടിയ സമയത്ത് തന്നെ നമുക്ക് ആ ഹെഡ് ഇഞ്ചുറി ഭയങ്കര കൂടുതലാന്നുള്ളത് കാണുമ്പോഴേ മനസ്സിലാവും. അതെ, നെറ്റിലും തലയുടെ ബാക്കിലും. പിന്നെ ഈ വ്യക്തിയുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകൾ ഇപ്പൊ നമ്മളെ നാട്ടിൽ തന്നെ ആകുമ്പോൾ നമുക്ക് അന്വേഷിക്കാൻ പറ്റൂലോ. അപ്പൊ നമ്മളിങ്ങനെ ചോദിച്ച സമയത്ത് അത്യാവശ്യം ബൈക്കില് ഇങ്ങനെ നമ്മളൊക്കെ പോകുന്ന പോലെ തന്നെ അത്യാവശ്യം പോകുന്ന ഒരാളാണ്. പിന്നെ ഹെൽമെറ്റ് യൂസ് ചെയ്യാത്ത ഒരു സ്വഭാവം ഉണ്ട് എന്നുള്ളതൊക്കെ അങ്ങനെയൊക്കെയാണ് പറഞ്ഞിരുന്നത്. എന്താണെങ്കിലും അതൊക്കെ പോട്ടെ. എന്നാലും ഒരു മനുഷ്യൻ അദ്ദേഹത്തിന് അങ്ങനെ പറ്റി, ആ പറ്റിയതിൽ നമുക്ക് എന്തുണ്ട്, അയ്യോ ഒരാൾക്ക് സംഭവിച്ചതിലുള്ളൊരു കൺസിഡറേഷനും അതിന്റെ വിഷമവും സങ്കടമൊക്കെ നമുക്കുണ്ട്. കാരണം ഇത്രയും ചെറുപ്പത്തിൽ ഒരാൾ അങ്ങോട്ട് പോവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെപ്പോഴും ഒരു വിഷമമുള്ള കാര്യമാണ്. ഞാൻ പറഞ്ഞു വരുന്നൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഈ വ്യക്തിയുടെ കേസ് റിലേറ്റഡ് ആയിട്ട് വീഡിയോ ചെയ്ത ഒരാളാണ്. ഓക്കെ, എൻ്റെ വീഡിയോയിൽ കൃത്യമായിട്ട് ഇനി അങ്ങനെ ഒരു കേസ് ഉണ്ടെങ്കിൽ, അങ്ങനെ ഒരു കേസ് ജെനുവിൻ ആണെങ്കിൽ ഇങ്ങനത്തെ കാര്യങ്ങളിലേക്ക് പോകുന്ന ഇൻഫ്ലുവൻസേഴ്സ്, വ്ളോഗേഴ്സ്, അല്ലെങ്കിൽ ഈ ഇൻഫ്ലുവൻസേഴ്സിൻ്റെയും വ്ളോഗേഴ്സിൻ്റെയും റിയൽ ലൈഫ് കണ്ടിട്ട് അവരിലേക്ക് വിശ്വാസം അർപ്പിച്ച് പോകുന്ന സ്ത്രീകളും പുരുഷന്മാരും, സ്ത്രീകളെ കണ്ടുപോകുന്ന പുരുഷന്മാരും പുരുഷന്മാരെ കണ്ടുപോകുന്ന സ്ത്രീകളും ഈ റിയാലിറ്റി മനസ്സിലാക്കണം എന്നുള്ള വ്യക്തമായ പോയിന്റും, പ്ലസ് ഇപ്പം അടുത്ത കാലത്ത് കേൾക്കുന്ന കുറേ കേസുകൾക്കകത്ത് ഫേക്ക് കേസസ് ഒരുപാട് പൊങ്ങി വരുന്നുണ്ട്. ഒരുപാട് ആണുങ്ങൾക്കെതിരെ ലേഡീസ് ഫേക്ക് കേസുകൾ കൊടുക്കുന്നുണ്ട് എന്നുള്ള 2 ആസ്പെക്റ്റും ഒരുപോലെ പറഞ്ഞിട്ടുണ്ട്. ഫൈൻ. പക്ഷേ ഇവിടുത്തെ കുറേ ഇപ്പോഴത്തെ നന്മമരങ്ങൾ ചമയുന്ന കുറേ ആളുകളുണ്ട്. മനസ്സിലായി? ഇപ്പൊ ഭയങ്കരമായിട്ട് ഈ വ്യക്തിയുടെ BGM ഒക്കെ ഇട്ട്, സാഡ് BGM ഒക്കെ ഇട്ടിട്ട് കുറേ എന്ത് ചെയ്യും, പടച്ചോനിയും പറഞ്ഞ് കുറേ അങ്ങോട്ട് കമന്റ് ബോക്സിലും കുറേ അങ്ങോട്ട് കോണ്ടന്റും ഇട്ടിട്ട് ഇപ്പൊ ഒരു ഭയങ്കര നന്മമരങ്ങളാണ്. ഈ വ്യക്തിനെ ഭയങ്കരമായിട്ട് ഈ കേസ് വന്നതിന് ശേഷം കമന്റ് ബോക്സിനടക്കം അകത്ത് നിങ്ങൾ പോയി നോക്കിയാൽ മതി. അയാൾ ഏതൊരു കോണ്ടന്റ് വന്നാലും, അയാളെ ഏതൊരു പഴയ കോണ്ടന്റിനകത്തും പോയിട്ട് അയാളെ വിട്ട് വിളിച്ചിരുന്ന ആൾക്കാരടക്കം കുറേ ആൾക്കാർ ഇപ്പം എന്ത്, അയ്യോ അയാൾ മറ്റേത് ചെയ്യട്ടെ, ഇത് ചെയ്യട്ടെ, നിങ്ങൾ അങ്ങനെ ചെയ്തില്ലേ, ഇങ്ങനെ ചെയ്തില്ലേ. ഡേയ്, ഞാൻ ഒരു കാര്യം പറയാം.
ഇങ്ങനെ അല്ലേ എന്ത് ചാട്ടാ ചാടുന്നത് എന്നുള്ളതാണ് എനിക്ക് അറിയാൻ പാടില്ല. നമ്മൾ ഇതുവരെ കണ്ടിട്ടുണ്ട് മരണം എല്ലാവരും നല്ലവനാക്കുന്നുള്ളത്. പക്ഷെ ഈ ഒരു കേസിൽ അയാള് നേരത്തെ ഈ പറഞ്ഞ പോലെ തന്നെ വീഡിയോ ഇടുന്നൊക്കെ സമയത്ത് എനിക്കൊന്നും അധികം പോസിറ്റീവ് കമന്റ്സ് ഒന്നും അയാൾക്ക് കിട്ടിയിട്ടുണ്ടാവില്ല. എല്ലാം നെഗറ്റീവ്. കോണ്ടന്റിന്റെ കാര്യത്തിൽ ഇപ്പൊ ഞാൻ പറയാം, കോണ്ടന്റിന്റെ കാര്യത്തില് ഒരാളെ വിമർശിക്കുന്നതും വിമർശിക്കാതിരിക്കുന്നതും കാണുന്ന വ്യൂവേഴ്സിന്റെ എന്താണ് ഇഷ്ടമാണ്, താല്പര്യമാണ്. ചില വ്യൂവേഴ്സിന് ഒരു കോണ്ടന്റ് കാണുമ്പോൾ ഇഷ്ടമാവാം, കൈയടിക്കാം. ഇഷ്ടമല്ലേ നിങ്ങൾക്ക് വെട്ട് വിളിക്കാം, ദാറ്റ്സ് അപ് ടു യു. അയാൾക്ക് ഒരു പ്രശ്നം ഉണ്ടായിരുന്നല്ലോ. അയാൾക്ക് അതൊന്നും ഒരു വിഷയമല്ല. അയാൾക്ക് അങ്ങനെ കയറി പോകണം എന്നുള്ള രീതിക്ക് തന്നെയാവും ഒരു മൈൻഡ്. അങ്ങനെ തന്നെയാണ് എനിക്ക് അയാളുടെ വീഡിയോസ് കാണുമ്പോഴൊക്കെ നമുക്ക് മനസ്സിലാവുന്നത്, ഇൻ്റർവ്യൂസ് കാണുന്ന സമയത്തും. പക്ഷേ ഈ ഒരു കേസ് വന്ന സമയത്ത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത്, ഇവിടുത്തെ ന്യൂസ് ചാനലുകളാണെങ്കിലും ഈ കേസ് റിലേറ്റഡ് ആയിട്ട് വീഡിയോ ചെയ്യുന്ന നമ്മളാണെങ്കിലും ഒക്കെ, നമ്മൾ ആ ഒരു പോലീസ് കേസാണ് വന്നിട്ടുള്ളത്. ഈ വ്യക്തിയെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടും ഉണ്ടായിരുന്നു എന്ന്. അപ്പം അങ്ങനെയുള്ള സാഹചര്യത്തിൽ നമ്മൾ റെഗുലറായിട്ട് ചെയ്യുന്ന കോണ്ടന്റിന്റെ കൂട്ടത്തിൽ തന്നെയാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ ഈ വീഡിയോസും ചെയ്തു പോകുന്നത്. നമ്മളിപ്പോ ചെയ്യുന്ന സാധാ വീഡിയോസ് ഒക്കെ അങ്ങനെ തന്നെയാണ്, എന്ത് വേണമെങ്കിലും സംഭവിക്കാം. ആൻഡ് അത് മാത്രമല്ല, ആ വീഡിയോനകത്ത് ഞാൻ ആ പോയിന്റ്സ് ചെയ്യാൻ വെക്കട്ടെ, ഞാൻ പറഞ്ഞ പോയിന്റ്സ് ഒന്നുകൂടി ഇവിടെ പ്ലേ ചെയ്യാം. കാരണം കുറേ ആൾക്കാർ വന്നിട്ട് ആ വീഡിയോ പുൾ ഡൗൺ ചെയ്യുമോ, നിങ്ങൾ ആ വ്യക്തി മരിച്ചില്ലേ, വീഡിയോ ഡിലീറ്റ് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഇതിനകത്ത് ഇതെന്താ ഇങ്ങനത്തെ കേസുകൾ വരുമ്പോൾ ഇപ്പം പണ്ടത്തെ പോലെ നമുക്ക് അങ്ങോട്ട് വന്നിട്ട് പറയാനുള്ളൊരു സ്കോപ്പില്ലടേ. സീരിയസ് ആയിട്ട് പറയാം. കാരണം ഈ വ്യക്തിക്ക് എന്താണ് പറയാനുള്ളത് എന്ന് കേൾക്കേണ്ടതായിട്ടുള്ളൊരു സിറ്റുവേഷനും കൂടി ഉണ്ട് ഇതിനകത്ത്. അത് ഞാൻ ഒരിക്കലും തള്ളിക്കളയുന്നില്ല. ഓക്കെ, അത് ഞാൻ ഒരിക്കലും തള്ളിക്കളയുന്നില്ല. കാരണം ഇപ്പം അടുത്ത് ഞാൻ പേഴ്സണലി കേട്ട കുറേ കേസുകൾക്കകത്ത് ഇതേപോലെ കുറച്ച് വർഷം അറിയുന്ന രണ്ട് വ്യക്തികൾ റിലേഷനിലാവുന്നു. റിലേഷൻ എന്തെങ്കിലും ഒരു റീസൺ വെച്ചിട്ട് ബ്രേക്ക് ആവുന്നതോട് കൂടിയിട്ട് പെണ്ണ് കൊണ്ടുപോയിട്ട് കേസ് കൊടുക്കുകയാണ് ആളിനെതിരെ. സംഭവിച്ചിട്ടുണ്ട്, ഒരുപാട് കേസിൽ സംഭവിച്ചിട്ടുണ്ട്. ഫൈൻ. ഇവിടെ എന്താണ് എന്നുള്ളത് എന്താണെങ്കിലും ഒന്നില്ലെങ്കിൽ ഇയാൾക്ക് ഇനി പറയാൻ പറ്റില്ല, കാരണം കേസും കൂട്ടിയതുകൊണ്ട് ഇയാൾക്ക് പറയാൻ പറ്റില്ല. എന്താണെങ്കിലും ആഘോഷിക്കൂടെ, മീഡിയ ആഘോഷിക്കാതിരിക്കുന്നില്ല. ഞാൻ പറയുമ്പോൾ മാക്സിമം എന്താ അറിയുമോ, ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ പോവാതിരിക്കുന്നതാണ് ബെറ്റർ. അല്ലെങ്കിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ അത് മെയിൻറ്റെയിൻ ചെയ്യാനൊക്കെ പറ്റണം. അല്ലാന്നുണ്ടെങ്കിൽ പോയിട്ടൊന്നും ഒരു കാര്യമില്ല ഇതിനകത്തൊന്നും. പിന്നെ ഈ പറഞ്ഞ പോലെ ഒരു പബ്ലിക് ഫിഗറായിട്ട് നിൽക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ 10 ആൾ അറിയുന്ന രീതിയിൽ വൈറലായി കഴിഞ്ഞാൽ നമ്മളെ ചുറ്റിപ്പറ്റി എന്ത് വന്നാലും അത് കേസോ കൂട്ടോ അല്ലെങ്കിൽ ഇങ്ങനത്തെ ഇഷ്യൂസ് ആണെന്നുണ്ടെങ്കിലും അതെല്ലായിടത്തും ആഘോഷിക്കപ്പെടും. അപ്പോൾ പിന്നെ ഡോറ ബുജീനെ പോലെ കരഞ്ഞിട്ടും ബാഹുബലിനെ പോലെ അലറിയിട്ടൊന്നും ഒരു കാര്യം ഉണ്ടാവില്ല. ഇങ്ങനത്തെ കേസുകളിൽ ആക്ച്വലി ഇപ്പോൾ പണ്ടത്തെ പോലെ വന്നിരുന്നിട്ട് അവൻ അങ്ങനെ ഇങ്ങനെ അത് പറയാൻ പറ്റുന്നില്ല. കാരണം പല സാഹചര്യങ്ങളിലും ഇപ്പോൾ നമ്മൾ കാണുന്നത്, പല കേസുകളിലും ഇതേപോലെ 1, 2, 3 വർഷം റിലേഷനുള്ള സമയത്ത് ഈ വാഗ്ദാനം തമ്മിൽ കൊടുത്തു കാണുമല്ലോ. ആരെ പറ്റിച്ചു എന്നുള്ളത് എന്താണെങ്കിലും കോടതിയിൽ നമുക്ക് തെളിയിക്കാൻ പറ്റും. പിന്നെ ഇവിടുത്തെ ഒരു നിയമത്തിൻ്റെ വ്യവസ്ഥ വെച്ചിട്ട് സ്ത്രീകൾക്ക് എന്നെ പറ്റിച്ചു എന്ന് പറഞ്ഞുകൊണ്ടേ കേസ് കൊടുക്കാം. നേരെ മറിച്ച് ഒരു റിലേഷൻ്റെ ഒരാണും കൊണ്ടുപോയി കേസ് കൊടുത്തുള്ള അവസ്ഥ എന്താ? ഗ്രീഷ്മയും ഷാരോണും കേസ് തന്നെയാണ് മെയിൻ. പക്ഷേ ആ ചെക്കൻ ഗ്രീഷ്മേനെ മരിക്കാൻ നേരത്ത് പോലും തള്ളി പറഞ്ഞില്ല. അത് വേറെ കാര്യം. ഞാൻ അപ്പോൾ ചോദിക്കുകയാണ്, ഒരു റിലേഷൻഷിപ്പായി 1-2 കൊല്ലം പോയി, അതിലെന്തെങ്കിലും ഒരു കോംപ്ലിക്കേഷൻ വന്നു, പ്രശ്നം വന്നു, ഒരാണ് പോയിട്ട് കേസ് കൊടുക്കുകയാണ്, അവളെ എന്നെ വിവാഹ വാഗ്ദാനം തന്നു വഞ്ചിച്ചു. പോലീസ് സ്റ്റേഷനിൽ പോലീസുകാർ കേസ് എടുത്തു കഴിഞ്ഞാൽ അത് എത്ര വിഷയമാവുമോ? ഇല്ല. നേരെ മറിച്ച് ഒരു പെണ്ണ് കൊണ്ടുപോയി കേസ് കൊടുത്തു കഴിഞ്ഞാൽ പണി പാളി, സംഗതി കഴിഞ്ഞു. അപ്പം അങ്ങനത്തെയൊക്കെ ആസ്പെക്റ്റ് ഇവിടെ നിൽക്കുന്നത് കൊണ്ടും ഇങ്ങനത്തെയൊക്കെ ഉടായ്പകൾ കാണിക്കുന്ന സ്ത്രീകൾ എക്സിസ്റ്റിംഗ് ആണ്, അവർ ഉടായ്പ കാണിച്ചിട്ടുള്ള കുറേ കേസുകൾ ഉള്ളത് കൊണ്ടും പെട്ടെന്ന് ചാടി കയറിയിടേ ഇവരുടെ കാമക്കൊടൂരിനിടെ എന്ന് പറയാൻ പറ്റുന്ന ഒരു സ്ഥിതിയല്ല എന്നുള്ളത് കൊണ്ട്. ബട്ട് ഇതിനകത്ത് ഈ പറഞ്ഞ പോലെ ഈ ചങ്ങാതി ഈ പെണ്ണിനെ പ്രേമിച്ച് ബാക്കിയൊക്കെ വിട്, ഫോട്ടോ വീഡിയോ ഒക്കെ എടുത്തു വെച്ചിട്ടുള്ള പരിപാടി, അങ്ങനത്തെ ഭീഷണി പരിപാടിയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് കളി വേറെയാണ്. ഓക്കെ, കണ്ടോ? ക്ലിയർ അല്ലേ? വളരെ വ്യക്തമായിട്ട് ഞാൻ അതിനകത്ത് കാര്യങ്ങൾ സംസാരിച്ചു എന്നുള്ളത് എനിക്ക് കൃത്യമായിട്ട് അറിയുന്നൊരു കാര്യം. ഇപ്പം കാണുന്ന ഈ നന്മ പറയുന്നവരും ഇപ്പം കാണുമ്പോൾ ഈ പറഞ്ഞ മരണത്തിന് ശേഷം വന്ന ആളുകളോടും പറയാനുള്ളത്, നിങ്ങൾ ഈ കാണിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ കാണിച്ചോ, ഒരു കുഴപ്പമില്ല. ഇപ്പൊ ന്യൂസ് ചാനലുകൾ ഈ ഒരു ന്യൂസ് റിപ്പോർട്ട് ചെയ്തതിന് നിങ്ങൾ ന്യൂസ് ചാനലുകളെ തെറി വിളിക്കുന്നുണ്ട്. എന്നെപ്പോലെ ഇത് കോണ്ടന്റ് ആക്കി ചെയ്തവർ നിങ്ങളിത് ചീത്ത പറയുന്നുണ്ട്. ആ ടൈമിൽ ട്രോൾ ചെയ്ത ട്രോൾ പേജുകൾ നിങ്ങൾ പോയി ചീത്ത പറയുന്നുണ്ട്. അതിനിടയിലെ കമന്റ് ബോക്സിൽ ഫുള്ള് തെറിവിളിയും ഇതുമാണ്. മരണം സംഭവിച്ചു, ആ വ്യക്തി മരിച്ചു, അതിൽ നമുക്കും സങ്കടമുണ്ട്. പക്ഷെ ഈ ട്രോൾ ചെയ്തപ്പോഴോ, ന്യൂസ് ആയ സമയത്തോ, ഈ കേസ് വന്ന സമയത്തോ, ആ വ്യക്തി ജീവിച്ചിരുന്ന സമയത്തല്ലേ, അന്നിപ്പോ ഈ പറഞ്ഞ നിങ്ങളുടെ മൈൻഡ് സെറ്റും എന്തായിരിക്കും, നിങ്ങളുടെ മൈൻഡിലും എന്തായിരിക്കും വന്നിട്ടില്ല. ഇപ്പൊ ഈ കമന്റ് ഇടുന്ന ആൾക്കാരൊന്നും നമ്മൾ ശരിക്കും എടുത്ത് നോക്കിയാൽ മതി, അന്ന് അവരെന്തൊക്കെ കമന്റ് ഇട്ടുണ്ടാവും. സത്യം,
അന്ന് ഈ കമന്റ് ഇടുന്നവരും ഇപ്പൊ ഈ പോയിട്ട് വിഷയം വരുമ്പോ ഇങ്ങനെ തന്നെ ആയിരിക്കും കമന്റ്. അല്ല ഞാൻ തന്നെ എത്ര കമന്റ്സ് കണ്ടറിയും. ഞാൻ ഒന്ന് പഴയ ഈ വന്ന ന്യൂസിന്റെ പോസ്റ്റും പണ്ട് ഈ ട്രോൾ പേജുകളിലൊക്കെ പോയി നോക്കുന്ന സമയത്ത് ഇപ്പൊ ഉള്ള ഞാൻ നോക്കുമ്പോ പല പ്രമുഖരായിട്ടുള്ള ഇപ്പൊ ഇരുന്ന് നന്മ പറയുന്ന ആളുകളും അന്ന് അതിനടിയിൽ കമന്റ് ഇട്ടിട്ടുണ്ട്. അത് മുക്കാൻ മറന്നിട്ട് കുറെ എണ്ണം വെച്ചിട്ടുണ്ട്. ഞാൻ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ട് പിന്നെ ഞാൻ ഇടാതിരിക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചിട്ടാണ്. ചില ആളുകളുടെയൊക്കെ ഭയങ്കര നന്മയിൽ നിറഞ്ഞ റീൽസ് ഒക്കെ കണ്ടു കഴിഞ്ഞാൽ ഞാനാണല്ലോ ഏറ്റവും വലിയ പെടുത്തത്. ഇന്നലെ ഒരുത്തൻ കമന്റ് ഇട്ടിക്കുക, നിനക്ക് ഈ ശാപം എവിടെ കൊണ്ടുപോയി തീർത്താ തീരും. എന്നാ ഞാനാണല്ലോ കൊണ്ടുപോയിട്ട് അപകടം ഉണ്ടാക്കിയത്. പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ ഞാൻ ആക്സിഡന്റ് ആക്കി ആളെ തീർത്ത പോലെ ഉണ്ട് പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ. എന്തോ ആടേതൊക്കെ എനിക്ക് മനസ്സിലാവുന്നില്ല. പെട്ടെന്ന് അങ്ങോട്ട് ആൾക്കാർ നന്മയാവും, പെട്ടെന്ന് അങ്ങോട്ട് ആൾക്കാർ എന്താവും. അത് ഇവിടുത്തെ വ്യൂവർഷിപ്പിന്റെ ഒരു ബേസിക് പ്രോബ്ലം ഇതാണ് കേരളത്തിൽ. ആ മനുഷ്യൻ ചിലപ്പോ ഇനിയിപ്പോ ഹോസ്പിറ്റലിൽ കിടന്ന അയാളൊന്ന് ജീവിതത്തേക്ക് തിരിച്ചു വന്നെങ്കിൽ എന്താ പറയാ, കണ്ടോ ഇനിയെങ്കിലും ഒന്ന് പഠിച്ചത്. അപ്പൊ എന്താ പറയാ അറിയോ, ആ പെണ്ണിന്റെ ശാപം അനക്ക് തട്ടിയതാണ്. അപ്പൊ എന്താ പറയാൻ പോണേ, ആ പെണ്ണിന്റെ ശാപം അനക്ക് കിട്ടി. ഇപ്പൊ ഈ കഴിച്ചിലായിട്ടുള്ളൂ, ഇനിയും മര്യാദയ്ക്ക് ജീവിക്കാൻ നോക്ക്. മരിക്കാതെ അയാൾ ജീവിച്ചു കഴിഞ്ഞാൽ അയാളോട് അതല്ലേ പറയാൻ പോണത്, അതേ പറയൂ. അപ്പൊ പിന്നെ ഈ ഒരുമാതിരി എന്താ പറയാ, ആളെ ഫേക്ക് അടിക്കുന്ന നന്മ പരിപാടികള് കാണിക്കുന്നവരോട് ഇപ്പൊ ജെന്യുവിനായിട്ട് വിചാരിക്കുന്ന ആളുകൾ കാണാം. പക്ഷെ മെജോറിറ്റി ആളുകളും ഇപ്പൊ ആള് മരിച്ച സെന്റിമെന്റ്സിൽ ക്യാഷ് ഇൻ ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന പരിപാടികളോട് എനിക്ക് പ്രത്യേകിച്ച് ഒരു താല്പര്യവുമില്ല. ഫൈൻ. പിന്നെ കുറെ ആൾക്കാർ ഇപ്പൊ കമന്റ് ബോക്സിൽ കണ്ടു, ആ പെണ്ണിന് ഓക്കണ്ട് മതിയായില്ലേ, ഓക്കിപ്പൊ സമാധാനായില്ലേ. ഏതാ പെണ്ണിന്റെ കാര്യത്തില് ഒരു പെണ്ണ് പോയിട്ട് കേസ് കൊടുത്തു, ഒരാണ് പോയിട്ട് കേസ് കൊടുത്തു. നിങ്ങൾ വിചാരിക്കേണ്ട എന്താ, ഒരാൾ കേസ് കൊടുത്തു, കേരള പോലീസ് ആണെന്നുണ്ടെങ്കിലും ഇപ്പൊ അത്രയും പിടിപാടും പൈസ ഉള്ളവരത് മാത്രം ചിലപ്പോൾ എന്ത് ചെയ്യും, ഒരു അപ്സ് ആൻഡ് ഡൗൺ പ്രോസ് ആൻഡ് കോൺസ് ഒന്നും നോക്കാതെ എന്താ അതിനകത്തുള്ളതെന്നൊന്നും നോക്കാതെ ചിലപ്പോൾ കേസ് എടുക്കുമായിരിക്കും. അത് രാഷ്ട്രീയ സ്വാതന്ത്ര്യം, പൈസന്റെ ഒരു സ്വാധീനം, അങ്ങനത്തെ സംഗതികളായിരിക്കാം. സാധാരണക്കാരുടെ ഇങ്ങനത്തെ വിഷയങ്ങളിലും ഇങ്ങനത്തെ കേസുകളിലും പെട്ടെന്ന് ഒരു FIR ഇടാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു കേസായിട്ട് ഒരു പോലീസ് സ്റ്റേഷനിൽ ഒരാൾ ചെല്ലുന്ന സമയത്ത് അത്യാവശ്യം നോക്കൂലോ അല്ലേ. എന്നാലും ലേഡി എന്നുള്ളത് എനിക്ക് ഒരു അപ്പർ ഹാൻഡ് കിട്ടിയിരിക്കാം, അല്ലെങ്കിൽ കിട്ടും. അത് ഇവിടുത്തെ നിയമത്തിന്റെ ഭാഗമാണ്, അതിലൊന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ല. അത് ദുരുപയോഗം ചെയ്യുന്നവരും ഉണ്ടാവും. പക്ഷെ ഞാൻ പറയുന്നത് എന്താ വെച്ചെങ്കിൽ, ഒരു കേസ് അവിടെ ആയല്ലോ, മനസ്സിലായില്ലേ. അപ്പം ആ ആസ്പെക്റ്റിലാണ് അന്ന് എല്ലാവരും വീഡിയോ ചെയ്തത്. ഇപ്പം ആ വ്യക്തി മരിച്ചതിൽ മരണം ഒരു മനുഷ്യന് സംഭവിക്കാവുമ്പോൾ അതിൽ ഉള്ള സങ്കടം നമുക്കുണ്ട്. കാരണം ആ വ്യക്തിയുടെ ഒരു ഏജ്, ആ വ്യക്തിയുടെ ഒരു അവസ്ഥ, മേ ബി ചിലപ്പോൾ അയാൾക്ക് ഈ ഒരു കേസോ കാര്യം വന്നതിന് ശേഷം ചിലപ്പോൾ ജോലി കിട്ടി കാണില്ല, വർക്ക് കിട്ടി കാണില്ല, അങ്ങനത്തെ ഒക്കെ സാഹചര്യങ്ങൾ വരാട്ടോ ഒരു മനുഷ്യന്. അങ്ങനത്തെ ഒരു മൈൻഡ് സെറ്റിലേക്ക് ആ വ്യക്തി പോയിരിക്കാം. അതൊന്നും ഇല്ല എന്ന് പറയുന്നില്ല. പക്ഷെ ഇപ്പം കാണിക്കുന്ന കുറേ നന്മ മരങ്ങളും ഇപ്പം കാണിക്കുന്ന കുറേ നന്മയോളികളുടെയും ഓവർ നന്മ കണ്ടിട്ട് എനിക്ക് പേഴ്സണലി സഹിക്കുന്നില്ലടേ. കാരണം കുറച്ച് ഓവറാണ് ആ കാണിക്കുന്നത്, മനസ്സിലായോ. അത് പറഞ്ഞേ പറ്റൂ. ഇന്നത്തെ അയാളെ ഈ ഒരു അവസ്ഥയ്ക്ക് കാരണം നമ്മളല്ല, അന്ന് അയാൾക്ക് അങ്ങനെ ഒരു കേസ് വന്നതിന്റെ അവസ്ഥയ്ക്കും കാരണം നമ്മളല്ല. അന്ന് അങ്ങനെ ഒരു സാഹചര്യങ്ങൾ ഉണ്ടായത് കാരണം കൊണ്ട് നമ്മൾ അതിനെ പറ്റി സംസാരിക്കും. അത് ആ വ്യക്തിയുടെ ലൈഫിൽ നടന്ന പ്രശ്നങ്ങളാണ്. പക്ഷെ ഇതിനെല്ലാവരും ഇപ്പൊ ഈ പറഞ്ഞ പോലെ സൊസൈറ്റിയാണ് കാരണം. അങ്ങനെയാണെങ്കിൽ എല്ലാത്തിനും കാരണം. ഇപ്പൊ നാളെ ഒരു കേസ് വന്ന ഒരു ചാനലിന് റിപ്പോർട്ട് ചെയ്യാൻ പറ്റില്ലല്ലോ. നാളെ ആ വ്യക്തിക്ക് എന്ത് സംഭവിക്കില്ല എന്നറിയാതെ റിപ്പോർട്ട് ചെയ്യാൻ നിൽക്കൂ. നോ, ഞാൻ പറഞ്ഞല്ലോ ഇതിനകത്ത്, അല്ലെങ്കിൽ എന്താ പറയാ, ഇതിനകത്ത് കൃത്യമായിട്ട് എന്ത് ചെയ്യണം, ഒരു നിയമനിർമ്മാണം വരണം അല്ലേ. ഒരാൾക്കെതിരെ കേസ് എടുക്കുമ്പോൾ അയാളുടെ ഐഡന്റിറ്റി പുറത്തു വിടുമ്പോൾ അയാൾക്കെതിരെയുള്ള കേസിന്റെ ഫ്രീക്വൻസി അത് വ്യക്തമായി തെളിഞ്ഞതിന് ശേഷം വേണം എന്ത്, അയാൾ കുറ്റക്കാരനാണ് എന്നുള്ള രീതിയിൽ വരാനും ചെയ്യാനും. അതുകൊണ്ട് നടക്കുന്നില്ലല്ലോ. അൺഫോർച്ചുനേറ്റ്ലി ആണുങ്ങൾക്ക് ഒട്ടും കിട്ടുന്നില്ല, പെണ്ണുങ്ങൾക്ക് പിന്നെ കിട്ടുന്നുണ്ട് ലക്ഷറി. ഇത് ഞാൻ നോക്കുമ്പോൾ എന്താ പറയുക, രാവിലെ മുതൽ ഇരുന്നിട്ട് ഇതന്നെ. ഇന്നലെ രാത്രി ഇങ്ങോട്ട് തുടങ്ങിയിട്ടുണ്ട് കുറേ ആൾക്കാർ ഇതിൻ്റെ പിന്നാലെ മറ്റേ ഏണിയും പിടിച്ച് പോകും. എനിക്ക് ബേസിക്കലി ഞാൻ റെഗുലർ ചെയ്യുന്ന കോണ്ടന്റുകളെ പോലെ തന്നെ ആ കൂട്ടത്തിലായിരുന്നു ആ ഒരു കോണ്ടന്റ്. ഞാനത് ചെയ്തു. ഓക്കെ, ഇനിയിപ്പോൾ അതിനടിയിൽ വന്നിട്ട് ഈ വീഡിയോ പുൾ ഡൗൺ ചെയ്യണം, ഈ വീഡിയോ മാറ്റണം, നിനക്ക് അങ്ങനെയല്ലോ എന്നൊക്കെ ചോദിക്കുന്നവരോട് ഒന്നും പറയാനില്ല. ഈ പറഞ്ഞത് തന്നെയാണ് എനിക്കുള്ള റിപ്ലൈ. ഫൈൻ, ആ വ്യക്തി മരിച്ചതിൽ നമുക്ക് സങ്കടമുണ്ട്, ഒരു വ്യക്തിയുടെ ജീവൻ പോകുന്നതിൽ നമുക്ക് അതിയായ വിഷമവും സങ്കടമുണ്ട്. അല്ല, അത് ഇതിൽ പലരും കാണിക്കണ മാതിരി നമുക്കൊരു വീഡിയോ ഇട്ട് കാണിച്ച് സങ്കടപ്പെടേണ്ട ആവശ്യം കാര്യമില്ല. നമുക്ക് എന്തിനാ ഞാൻ ഒരു BGM ഇട്ടിട്ട് നമുക്ക് ഇടേണ്ട ആവശ്യമില്ലല്ലോ. നമുക്ക് ആ സങ്കടമുണ്ട്. ബട്ട് നിങ്ങൾ പറയുന്ന പോലെ അല്ലെങ്കിൽ ചില ആളുകൾ ഇപ്പോൾ പ്രവർത്തിക്കുന്ന പോലുള്ള ഓവർ നന്മവരോ ഓവർ പരിപാടിയോ എനിക്ക് പേഴ്സണലി താല്പര്യമില്ല. ഓക്കെ, അതുകൊണ്ട് തന്നെയാണ് ആ കാര്യം ഇവിടെ വെരി ക്ലിയർ ആയിട്ട് പറയുന്നത്. പിന്നെ ഈ വ്യക്തി മരിച്ചതിലുള്ള ഈ പറഞ്ഞ പോലെ ആദ്യം ഇനീഷ്യൽ സ്റ്റേജിലൊരു ലോറി തട്ടി എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ടെങ്കിൽ ഇത് ആ ആസ്പെക്ട്സ് ഒന്നും ഇല്ല എന്നുള്ളതാണ് പേഴ്സണലി അറിയാൻ കഴിഞ്ഞത്. ബാക്കി കാര്യങ്ങൾ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ മനുഷ്യന്മാർക്കാർക്കും ഇപ്പം നിങ്ങൾ ആര് വേണമെങ്കിലും എന്താവാം, സംഭവിക്കാം. ഇന്നവിറ്റബിളാണ് മരണം. ഓക്കെ,
അപ്പം അങ്ങനത്തെ ഒരു കാര്യം നമുക്ക് ഒരു പ്രഡിക്ഷനും ചെയ്യാൻ പറ്റില്ല, ഒരു രീതിയിലും നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റാത്തൊരു കാര്യം. അങ്ങനത്തെ ഒരു കാര്യം ഒരാൾക്ക് സംഭവിക്കുമ്പോൾ അതിൽ ആ ഉള്ള സങ്കടം എല്ലാവർക്കും ഉള്ള പോലെ ഉണ്ടാവും. പിന്നെ ആ സെൻറ്റിമെൻറ്റ്സിൻ്റെ മുകളിൽ ക്യാഷിൻ ചെയ്യാൻ നടക്കുന്ന കുറേ ഫേക്കോ നന്മമര ഓളികളോട് പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. ചെയ്തുകൊണ്ടിരുന്നോ, നോ വറീസ്. നിങ്ങളെ നന്മ വരെ കളിക്കുക, അത് നിങ്ങൾ കളിച്ചോ, നമ്മൾ നമ്മളെ വഴിക്ക് പോയിക്കോളും.